പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ ജലം നേടിയെടുക്കണമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. ചാലക്കുടി ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്ട് ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടന്ന സമരം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിൽ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ബെന്നി ബഹനാൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ജെയിംസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ ലീന ഡേവിസ്, പരിസ്ഥിതി പ്രവർത്തകരായ എസ്.പി. രവി, മോഹൻദാസ് മാസ്റ്റർ, കുസുമം ടീച്ചർ, നേതാക്കളായ വി.ഒ. പൈലപ്പൻ, എം.ടി. ഡേവിസ്, ടി.എ. ആന്റോ, പി.കെ. ഭാസി, ഷോൺ പെല്ലിശ്ശേരി, സി.ജി. ബാലചന്ദ്രൻ, ഒ.എസ്. ചന്ദ്രൻ, എൽ.ഐ. അബ്ദുൽ മജീദ്, കലാകാരന്മാരായ കലാഭവൻ ജയൻ, മുരളി ചാലക്കുടി, ജോബി കലാഭവൻ എന്നിവർ പ്രസംഗിച്ചു. ഇടപെടൽ വേണം, സർക്കാരിന്റെ ഇടപെടൽ. ഈ ഫെബ്രുവരി 1 വെള്ളം നിറയ്ക്കണം എന്നുള്ള കരാർ തമിഴ്നാട് പാലിക്കാത്ത സമയത്ത് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും? അതാണ് ചോദ്യം. വളരെ ലളിതമായ ചോദ്യമാണ്. നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ വളരെ കുറച്ച് വ്യവസ്ഥകളെ നമുക്ക് അനുകൂലമായിട്ടുള്ളൂ. വിരലിലുണ്ടാവുന്ന വ്യവസ്ഥകൾ മാത്രമാണ് നമുക്ക് അനുകൂലമായിട്ടുള്ളത്. അതിലെ ഏറ്റവും പ്രധാനമായ വ്യവസ്ഥ, നമുക്ക് അനുകൂലമായ വ്യവസ്ഥ ഫെബ്രുവരി 1 ഒരു പോരാട്ടത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചാലക്കുടിയുടെ ജീവനാഡിയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നാശോന്മുഖമായി, അല്ലെങ്കിൽ ചാലക്കുടി പുഴ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. TMC വെള്ളം കേരളത്തിൽ അല്ല, നമ്മുടെ കേരള ഷോളയാറിൽ ഉണ്ടായിരിക്കണം. ആ കേരള ഷോളയാറിൽ 12.3 TMC വെള്ളം ഉണ്ടാകണമെങ്കിൽ 6 TMC വെള്ളം കേരളത്തിലെ ജലസ്രോത